മറ്റൊരു വാർത്തയിലേക്ക്. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് താരസംഘടനയായ അമ്മയിൽ അനധികൃത അംഗത്വം. അമ്മ അഡ്ഹോക്ക് സമിതി അനധികൃത അംഗത്വം പലർക്കും നൽകി. ഓണററി അംഗമായ കമൽഹാസന് വോട്ടില്ല. IM വിജയൻ, സതീഷ് സത്യൻ എന്നിവരുടെ പേരും വോട്ടർ പട്ടികയിലില്ല. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ വിവാദങ്ങൾ കൊഴുക്കുകയാണ് വോട്ടർ പട്ടികയെ സംബന്ധിച്ച്. അർഹരായ പലർക്കും അതിൽ വോട്ടില്ല. പേരുള്ള ചില ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താനും കഴിയുന്നില്ല. പക്ഷേ അനധികൃതമായി ചിലരെ ഇതിൽ തിരികെ കയറ്റുന്നു എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുകയാണല്ലോ. ബീന റാണി. വിനോദ, അമ്മ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും മറ്റും വലിയ വിമർശനങ്ങളും മറ്റും സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിൽ അമ്മയിൽ അനധികൃതമായി ചില അംഗത്വങ്ങൾ നടത്തിയതായി പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും അമ്മ അഡ്ഹോക്ക് സമിതിയാണ് ഇത്തരത്തിൽ അനധികൃത അംഗത്വം നൽകിയിട്ടുള്ളത്. ശരിക്കും അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഇത്തരത്തിൽ അംഗത്വം നൽകാനുള്ള അധികാരമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില നടന്മാർക്കെതിരെ ആരോപണം വന്നതിനെ തുടർന്നാണ് മുൻ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നതും ഇത്തരത്തിൽ അഡ്ഹോക്ക് കമ്മിറ്റിയെ നിയമിക്കേണ്ടി വന്നതും. ആ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ജനറൽ ബോഡിയുടെ അംഗീകാരമില്ലാതെ ഏതാനും പേരെ അംഗത്വത്തിലേക്ക് എടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് അൽതാഫ് മനാഫ്, അമിത് ചക്കാലക്കൽ, വിവിയ ശാന്ത, നീത പിള്ള എന്നിവർക്കാണ് അനധികൃതമായി അംഗത്വം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ അധികാരം ദുർവിനിയോഗമാണ് അഡ്ഹോക്ക് കമ്മിറ്റി നടത്തിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് ചില ആളുകൾക്ക് അംഗത്വമുള്ള ചില ആളുകൾക്ക് വോട്ടില്ല എന്നുള്ള ഒരു സാഹചര്യവും പുറത്തു വരുന്നത്. അതായത് ഓണററി അംഗമായ കമൽഹാസന് വോട്ടില്ല. ഒപ്പം തന്നെ IM വിജയൻ, സതീഷ് സത്യൻ എന്നിവർക്കും അമ്മയിൽ അംഗത്വമുള്ളതാണ്. ഇവർക്കും വോട്ടില്ല എന്ന കാര്യം പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ അഴിമതി നേരത്തെ തന്നെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയ്ക്കെതിരെ വലിയ അഴിമതി അംഗങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ചില ആളുകളെ തിരികെ കയറ്റി വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചില നടപടികൾ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി പുറത്തു വരുന്നത്. എന്തായാലും ഇന്നാണ് വോട്ടർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഇന്ന് വൈകുന്നേരത്തോടെ ആരൊക്കെയാണ് മത്സരത്തിനുണ്ടാവുക എന്ന കാര്യവും വ്യക്തമാകും. ഏതായാലും നടൻ ജഗദീഷ് പത്രിക നേരത്തെ പിൻവലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും തമ്മിലായിരിക്കും മത്സരം. കഴിഞ്ഞ മുൻ ഭരണസമിതി പ്രസിഡന്റായിരുന്ന മോഹൻലാൽ ഇത്തവണ മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് താരസംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ മത്സരം കടുത്തത് എന്ന് വേണം കരുതാൻ. അനൂപ് ചന്ദ്രനും സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത മാസം 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ്, രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ മത്സരിക്കുന്നുണ്ട്. ഈ ബാബുരാജിനെതിരെയാണ് വലിയ തോതിൽ ലൈംഗിക ആരോപണം നിലവിലുള്ളതിനാൽ വലിയ തോതിൽ മത്സരിക്കുന്നതിനെതിരെ വിമർശനം വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിവരങ്ങളും ഇന്ന് വൈകിട്ടത്തോടെ അറിയാം എന്നാണ് കരുതുന്നത്. എന്തായാലും താരസംഘടനയായ അമ്മയിലാണ് വോട്ടർ പട്ടികയെ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയരുന്നത്. അർഹരായ പലർക്കും വോട്ടില്ല. അതേപോലെ തന്നെ അനർഹരായ പലരെയും അതിലേക്ക് തിരികെ കയറ്റുന്നു. അംഗത്വമുള്ള ചിലർക്ക് വോട്ട് രേഖപ്പെടുത്താനും കഴിയുന്നില്ല. താരസംഘടനയായ അമ്മയിൽ ശക്തമായ മത്സരം നടക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീന റാണി.